കനത്ത മഴ മലയോര മേഖലയിൽ ദുരിതപ്പേമാരിയാകുന്നു. നിരവധിയിടങ്ങളിൽ മരം വീണു. മടത്തറ കുളത്തൂപ്പുഴ പാതയിൽ തിങ്കളാഴ്ച തേരിക്കടയിൽ മരം പിഴുതു വീണ റോഡ് ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. പിന്നീട് പുനലൂരിൽ നിന്നും കടയ്ക്കലിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് യൂണിറ്റുകൾ നാട്ടുകാരുടെ കൂടി സഹായത്തോടെയാണ് മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. വരൂല കമ്പിയുടെ കൊണ്ട് വരൂല. ശക്തമായ കാറ്റിലും മഴയിലും അതിഭയങ്കരമായ കാറ്റാണെന്നുള്ള വീശിയിരിക്കുന്നത്. കാറ്റിലും മഴയിലുമായിട്ട് 2 മരങ്ങൾ ഒടിഞ്ഞു വീഴുകയും ഇന്നിവിടെ ഈ കാണുന്ന വീടിൻ്റെ മുകളിലേക്ക് പ്രസന്നൻ എന്ന് പറയുന്ന ആളുടെ വീടിൻ്റെ മുകളിലേക്ക് 2 മരങ്ങൾ ഒടിഞ്ഞു വീണിരിക്കുകയാണ്. നീണ്ട സമയം തന്നെ ഗതാഗത തടസ്സം സൃഷ്ടിക്കുകയുണ്ടായി. അത് വളരെ ശ്രമകരമായിട്ടാണ് വെട്ടിമാറ്റിയിരിക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരം ചെങ്കോട്ട റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ഇതുപോലെ ഉണങ്ങി മറിഞ്ഞു വീഴാറായിട്ടുള്ള മരങ്ങൾ ഒരുപാടെണ്ണം കിട്ടുകയാണ്. ഫോറസ്റ്റിൻ്റെ അധീനതയിലുള്ളതായതുകൊണ്ട് തന്നെ ഫോറസ്റ്റുകാർ ഇടപെട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇത് മുറിച്ച് മാറ്റുവാൻ കഴിയുള്ളൂ. അത് അടിയന്തരമായ ഇടപെടൽ നടത്തിക്കൊണ്ട് റോഡിൻ്റെ ഇരു സൈഡിൽ ഉണങ്ങി നിൽക്കുന്ന മരങ്ങളെല്ലാം മുറിച്ച് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കേണ്ടതാണെന്നുള്ളത്. വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളും തകർന്നു. ഇതോടെ തകരാറിലായ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ KSEB അധികൃതർ തുടങ്ങിയിട്ടുണ്ട്. ശക്തമായ കാറ്റിലും മഴയിലും വലിയ നാശനഷ്ടമാണ് മലയോര മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. നിരവധി വീടുകൾ തകർന്നു. ഏക്കർ കണക്കിന് കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. KSEBക്കും ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. നാട്ടുവാർത്ത, മടത്തറ.